വളരെ രസകരമായ ഒരു സംഭവമാണ്. The boy says, close the lessons today. The teacher says, no, he cried. കാരണം എന്താ? Because 30 rupees. അതാണ് കാര്യം. Then I will go and tell my mother. Threaten the boy. അത് ശരി. ഞാൻ പറഞ്ഞത് കേട്ടില്ല ഞാൻ. I will go and tell my mother. Threaten means പേടിപ്പിക്കുക എന്നുള്ളത്. Threatened. Usually, children are threatened by the elders. പേടിപ്പിക്കും. Words like this, threatened the boy, rushed up. Rushed up എന്ന് പറഞ്ഞാൽ ഓടിച്ചില്ല എന്നുള്ളത്. Rushed up. നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിനാണെങ്കിൽ കണ്ടിട്ടില്ലേ, നമ്മൾ ബസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും റഷ് ചെയ്തു. യു റഷ് അപ്പ്. ഹെൽഡ് ഹിം ഡൗൺ എന്ന് വെച്ചാൽ പിടിച്ച് താഴോട്ട് ഇരുത്തി. അവൻ എണീറ്റ് പോകാൻ പറഞ്ഞപ്പോൾ അവനെ പിടിച്ച് ഇരുത്തി. ഹെൽഡ് ഹിം ഡൗൺ. And smiled maliciously, evil mind. ഒരു വൃത്തി ചീത്ത മനസ്സോടുകൂടി അവൻ ചിരിച്ചു. എന്നുവെച്ചാൽ നിന്നെ ഞാൻ പാഠം പഠിപ്പിച്ചിട്ട് എന്നുള്ളതാണ്. വൗണ്ട് ദ മെഷീൻ, എൻജിൻ. വൗണ്ട് ഈസ് പാഷൻസ് ഓഫ് വൈൻഡ്. വൈൻഡ് എന്ന് പറയാൻ അറിയാമല്ലോ, ഒരു ലൂസായിരിക്കുന്ന ഒരു സ്പ്രിങ് ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെക്കുക, തിരിച്ചു വെക്കുക. നമ്മൾ ക്ലോക്കിൻ്റെയൊക്കെ നമ്മൾ ചെയ്യില്ല, അതാണ് വൈൻഡിങ് എന്ന് പറയുന്നത്. വൈൻഡിങ്. സോ വൈൻഡിങ് ദി എൻജിൻ. ഹിയർ ഇറ്റ് ഈസ് a train, a miniature train. Proclaim വലിയ വാക്കാണ്. എന്ന് വെച്ചാൽ വിളംബരം ചെയ്യാന്നുള്ളത്. Here it is, he said loudly. The boy said loudly. Annoyed means വിഷമിപ്പിക്കുക. Irritating, annoying. നമ്മൾ ഒരു കാര്യം തന്നെ പല പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ annoyed ആവുന്നത്. Don't annoy me. See? Don't irritate me. എനിക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന ആകരുത്. Defiantly, എതിർപ്പോടെ. Defiantly, the boy said, I will not go. Defiantly. Dull desperation. Dull means madatu, tagaram, despair. Dull desperation. I am active with I give the ending matter. You know what's in there. Dull desperation. Hunched up. Hunched up. The station master at the corner going on the kilam. There a train story on another. Then stamp is we stamp ഒരു കാലെടുത്തിട്ട് താഴെ ഇങ്ങനെ ഇടിക്കുന്നതിനാ. കാലെടുത്ത് ഇങ്ങനെ കുത്തിയല്ലേ അതിന് കാല്. സ്റ്റാമ്പിങ്. നമുക്ക് അരിശം വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നൊരു പണിയാണ് സ്റ്റാമ്പിങ്. ഓക്കെ. Then I will go and tell my mother. Threaten the boy. അന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് പോയി പറയാൻ പോകുന്നത്. He pushed the chair back and got up. Chair പുറകോട്ട് മാറ്റിയിട്ട് എഴുന്നേറ്റ്. The teacher rushed up to him and held him down. ടീച്ചർ ഓടിച്ച് നമ്മളെ പിടിച്ച് താഴോട്ട് ഇരുത്തി, ഇങ്ങനെ പിടിച്ചിരുത്തി. My dear fellow, I am to be here for another hour. എനിക്കിങ്ങനെ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. I have to be here for another hour. So I cannot close the lessons today. എനിക്ക് ഒരു മണിക്കൂറോടെ ഇവിടെ സ്പെൻഡ് ചെയ്യണം. എൻ്റെ സമയം അതാണ്. The boy said, all right, watch me. And I said, watch me put the engine on its rail. ഒരു മണിക്കൂർ ഇവിടെ ഇരുന്നു. പക്ഷെ ഞാൻ എൻ്റെ എനിക്കൊരു ട്രെയിൻ ഉണ്ട്, അത് ഞാൻ ട്രാക്കിൽ വെക്കുന്നത് നീ കണ്ടുകൊണ്ടിരുന്നത്. ഒരു ടോയ് ട്രെയിനാണ് കണ്ടുകൊണ്ടിരിക്കാൻ പറയും, റെയിലിൽ വെക്കുന്നു. If your father comes in, said the teacher, നീ ഇങ്ങനെ ഇത് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിൻ്റെ അച്ഛൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അതാണ് എന്ത് പറയും? അച്ഛനാണ് സൈക്കോളജി, തിയറിയാണ്. പിള്ളേരൊന്നും ചെയ്യരുത്, പിള്ളേരെ കാര്യമായിട്ട് കണക്കാക്കണം, അവരോട് മോഹം കറപ്പിച്ചൊന്നും പറയരുത്, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. Tell him it's an engine class, engine lesson, said the boy. And he smiled maliciously. അച്ഛൻ പറഞ്ഞാണ് പറയുന്നത് എഞ്ചിനെ പറ്റി ഒരു ലെസനാണ്. ഒരു ചീത്ത ഒരു സെൻസ്, ഒരു മോശമായ ചിന്തയോടുകൂടി അവൻ ചിരിച്ചു. എന്നുവെച്ചാൽ നിന്നെ ആ പാഠം പഠിപ്പിക്കും എന്നുള്ളതാണ്. ടീച്ചറിനെ പാഠം പഠിപ്പിക്കും എന്നുള്ളതാണ് മലീഷ്യസ്ലി. ഇവരുടെ ഈവിൾ മൈൻഡ് എന്നാണ് മലീഷ്യസ് എന്ന് പറയുന്നത്. Then what happened is he went over to his cupboard. He has put a cupboard. His father has given parents. Oh, cupboard means an almari. And opened it, took out his train set and started assembling the track. By another track,
പാളം ഒക്കെ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ അസംബിൾ ചെയ്തു, ട്രെയിൻ സെറ്റ് എടുത്തു, എല്ലാം ചെയ്യാൻ തുടങ്ങി. He wound the engine and put it down and it went round and round. അതിനെ നമ്മൾ തിരിച്ചിങ്ങനെ വെച്ചു, എല്ലാം സ്പ്രിങ് ഒക്കെ മുറുക്കി ട്രാക്കിൽ വെച്ചു. അപ്പോഴത്തേക്ക് അതിങ്ങനെ ഓടാൻ തുടങ്ങി. And then you see, you are the station master. Proclaim the boy. The boy പറഞ്ഞു, അവൻ പറഞ്ഞു, you are the station master. You go and stand there. No, cried the teacher. You have your test the other day afternoon tomorrow. How can I be a station master there? You have to get 50 marks. You have to get a promotion, double promotion. And you have asked me to become a station master and waste my time. No, and I will not do. The boy merely smiled in a superior way. Superior way. Really gemel, you know. And repeated, will you be the station master or not? Will you be the station master or not? The teacher was annoyed. The teacher was irritated. I won't be a station master. I won't be a station master, he said, defiantly. I will not. Thereupon the young fellow said, oh, is that what you say? Yes, station master, I don't know. He gently touched his cheek and murmured, it's paining me here awfully. I must see my mother. He made a movement towards the door. The teacher watched him with a dull desperation. ആദ്യം ഡോറിൻ്റെ സൈഡിലേക്ക് ഓടിയപ്പോൾ നമുക്ക് പിടിച്ചാണ് ഇരുത്തി. അവനോട് ആ എനർജി എല്ലാം പോയി. ഡൾ ഡെസ്പറേഷൻ ആ പോലെ മടുത്തു. The boy's cheek was still red. അടി നല്ലപോലെ ഏറ്റു. ഇപ്പോഴും നല്ല ചുമന്ന കിടക്കുന്നു. Don't boy, you want me to be a station master? What shall I have to do? പോകരുത്. നീ ഞാനൊരു സ്റ്റേഷൻ മാസ്റ്റർ ആണോ? ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ ചെയ്യേണ്ടത്? The boy directed. MA.BA, the boy directed. When the train comes to your station, you must blow the whistle and cry, engine driver, stop the train. There are a lot of people today who have bought tickets. Train odi ninte eduthu vരും. അപ്പോൾ പറയണം, എൻജിൻ ഡ്രൈവർ സ്റ്റോപ്പ് ദ ട്രെയിൻ. ഒത്തിരി ആളുകൾ ഇന്ന് ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വണ്ടി നിർത്താൻ പറ്റും. The teacher hunched up in a corner and obeyed. See, that word obeyed, അവനെ അനുസരിച്ചു എന്നാണ്. ബഞ്ചിലപ്പം ഇങ്ങനെ ഇരിക്കുക, നമ്മൾ നിൽക്കണ്ടേ? അത് നമ്മുടെ പുസ്തകത്തിനകത്ത് കാർട്ടൂണുണ്ട്. ടീച്ചർ ഇങ്ങനെ കൊടിയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുക, ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ അല്ലേ, നേരെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഹഞ്ചപ്പ് പുറകിലൊരു മുഴ, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പുറകുവാഹം ഇങ്ങനെ ഒത്തി നിൽക്കുകയല്ലേ, അതിനാണ് ഹഞ്ച് എന്ന് പറയുന്നത്. Yes. When the teacher hunched up in a corner and obeyed. He grew tired of the position and the game. ആ പൊസിഷനും ഇപ്പോൾ എന്നാ ഗെയിമായിരുന്നു, സംഭവം എന്ന് പറയുന്നത് ട്രെയിനിങ്ങിന് ഓടുന്നു, ഒരു ടോയ് ട്രെയിൻ മടുത്തു. In 30 minutes he got tired and got up, much to the displeasure of his pupil. Pupil means students. 30 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ മടുത്തു, അവൻ എണീറ്റു. അവന് ഇഷ്ടപ്പെട്ട displeasure. Luckily for him, the engine also suddenly refused to move. അവനിങ്ങനെ എണീറ്റ് നിന്നു, എഞ്ചിനും നിന്നു. എഞ്ചിന് ഒരു ഇഞ്ച് പോലും പോയില്ല. അത് പഴഞ്ചനായി, വൈൻഡ് ചെയ്തൊക്കെ വെച്ചാൽ പഴഞ്ചൻ എഞ്ചിനായിരിക്കും, അതുകൊണ്ട് അതങ്ങനെ നിന്നുപോയി. And refused. The boy handed it to him and went back to his seat and said,
മറ്റേ ട്രെയിൻ ഈ സാറിന് കേട്ടു അവൻ്റെ സീറ്റിൽ പോയി ഇങ്ങനെ ഇരുന്നു. റിപ്പയർ ഇറ്റ് സാർ. ഏത് ലെവലിൽ എത്തിയിരുന്നു? റിപ്പയർ ഇറ്റ് സാർ. റിപ്പയർ ചെയ്യാൻ പറയും. I know nothing about it, teacher said. Repair sir. He turned it about in his hands and said, I can't. I know nothing about it. Another thing, I don't know. I have no idea about these things. Then the boy said, it must go, said the boy family. The train must go. Otherwise, my cheek, my mother, parents. The teacher felt desperate. Desperate? അവൻ്റെ ആശ, അവൻ്റെ എല്ലാ ആശകളും തീർന്നു. നിരാശയായി. Desperate, നിരാശയായി. He was absolutely non-mechanical. ഈ ടീച്ചറിന് ഒരു മെക്കാനിക്കൽ മൈൻഡേ ഇല്ലാത്ത ആളാണ്. Non-mechanical. ഒരു സ്ക്രൂ പോലും തിരിക്കാൻ പാകത്തിന് അറിയില്ല. He could not even turn the simplest screws if it was to save his life. Non-mechanical. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ക്രൂ തിരിക്കണമെങ്കിൽ ആ സ്ക്രൂ തിരിക്കാൻ പോലും ഈ സാറിന് അറിയത്തില്ല. The boy stamped his foot. കാലെടുത്തിങ്ങനെ വെച്ചിട്ട് ഒറ്റ ചവിട്ട് നിലത്തിട്ട് ഒരു സ്വരം ഉണ്ടാക്കണം. Stamped his foot impatiently. ക്ഷമകെട്ട സാറിൻ്റെ and waited like a tyrant. ഒരു സ്വേച്ഛാധിപതിയെ പോലെയാണ് അവിടെ നിന്നത്. ദളവായിട്ട് കാലെടുത്ത് വെച്ച് ഒറ്റ ചവിട്ടി നിലത്തിനുണ്ട് ചവിട്ടി. അത് ഒരു സ്വേച്ഛാധിപതിയെ പോലെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. like a tyrant. The teacher put it away defiantly. Defiantly എതിർപ്പെടും. നീ എന്നാണ് ചെയ്യണമെന്ന് എടുത്തങ്ങ് ഇട്ടുകൊടു. With I can't, I won't. ടീച്ചർ നീ ആരാ എന്നെ പേടിപ്പിക്കാൻ? എന്നെ തേണ്ട കിടക്കുന്നു എൻ്റെ സെറ്റ്. I can't do it. I'm not going to do it. I can't and I won't. ടീച്ചർ സ്വല്പം ഒന്ന് ഉയർന്നു. ടീച്ചറിൻ്റെ ലെവലിൽ ഉയർന്നിങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് ബാക്കി നാളെ കാണാം. ഇന്നത്തേനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ആ ട്രെയിൻ ഇൻസിഡൻ്റ് ആണ്. സാർ ആദ്യം പറ്റിയതെന്ന് പറയുന്നു. ഇനിയിപ്പം പേടിപ്പിക്കുന്നു. അപ്പൻ്റെ അമ്മയുടെ സൈക്കോളജി തിയറി എല്ലാം ഇപ്പം അപ്ലൈ ചെയ്യാം. അതെല്ലാം ഇങ്ങനെ ഇവനെ അറിയാം. ഇവനെ ഇങ്ങനെ ഒത്തിരി പാമ്പർ ചെയ്യുന്നുണ്ട്, കജോൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാം. അപ്പം അതുകൊണ്ടാണ് അവനിങ്ങനെ സാറിനായിട്ട് വരട്ടുക. സാറിൻ്റെ ഈ പാവം 30 രൂപയായി. അങ്ങനെ നിൽക്കുന്നത്. ഏതായാലും സാർ ഇപ്പോൾ ഒരു ഹയർ ലെവലിലെത്തി. അപ്പോഴത്തേക്കും I can't, I won't, he said defiantly. എതിർത്ത് പറയും. ഇത്രയും നേരം ഇങ്ങനെ അവൻ പറയുന്നതനുസരിച്ചൊക്കെ നിന്നു. I can't, I won't, he said. എനിക്ക് പറ്റത്തില്ല, ഞാൻ ചെയ്യുകയില്ല. അങ്ങനെ നിൽക്കട്ടെ. ബൈ, ഹാവ് എ നൈസ് ഡേ. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നുമില്ല. The slap and after, the train story, the teacher becomes desperate and the boy a tyrant. അങ്ങനെയാണ് ഇന്നത്തെ സംഭവങ്ങളൊക്കെ. We'll see in the next class. Bye, have a nice day.